ക്രിസ്റ്റഫർ നോളൻ. ഒരു സിനിമാ പ്രേമിയാണെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങൾ ഈ ഒരു പേര് കേൾക്കാതിരുന്നിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഫിലിം കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ നിലവിൽ ഒരു ഫ്ലോപ്പ് പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. മാത്രമല്ല ഇറക്കിയ സിനിമകളാകട്ടെ ഹിറ്റെന്നല്ല വമ്പൻ ഹിറ്റുകൾ എന്ന് തന്നെ വിശേഷിപ്പിക്കണം. സോ അത്തരത്തിലുള്ള ക്രിസ്റ്റഫർ നോളൻ സത്യത്തിലൊരു ജീനിയസ് ഫിലിം മേക്കർ ആണോ അല്ലെങ്കിൽ ഒരു ഓവർ റേറ്റഡ് ഡയറക്ടർ ആണോ എന്നതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സിനിമാ വേൾഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ നോളന് നല്ല സപ്പോർട്ടൊക്കെ തന്നെയുണ്ട്. എന്നാൽ അദ്ദേഹം ഓവർ റേറ്റഡ് ആണെന്നും ഒരുപാട് കമൻറ്റുകൾ നമ്മൾ കാണുന്നുണ്ട്. സത്യത്തിൽ അദ്ദേഹം ഓവർ റേറ്റഡ് ആണോ? അതിനെപ്പറ്റി നമുക്ക് നോക്കാം. ആദ്യം എന്തുകൊണ്ടാണ് ആളുകൾ അദ്ദേഹത്തെ ഓവർ റേറ്റഡ് ആയി കണക്കാക്കുന്നത് എന്നുള്ള കുറച്ച് കാരണങ്ങൾ നോക്കാം. അദ്ദേഹത്തിൻ്റെ ടൈപ്പ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഇച്ചിരി യുണീക്കാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നോൺ ലീനിയർ ടൈപ്പായിട്ടാണ് അദ്ദേഹം കഥ പറയുന്നത്. മാത്രമല്ല പുള്ളിക്കാരൻ ചെയ്യുന്ന സിനിമകളെല്ലാം വളരെ കോംപ്ലക്സ് ആണ്. ടെനറ്റ്, ഇൻ്റർസ്റ്റെല്ലാർ, ഇൻസെപ്ഷൻ പോലുള്ള സിനിമകളെല്ലാം ആദ്യ വാച്ചിൽ തന്നെ മനസ്സിലാക്കിയ ആരും തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ഈ പറഞ്ഞ 3 സിനിമകളും സയൻസ് ഫിക്ഷൻ്റെ ഒരു അങ്ങേ അറ്റം അല്ലെങ്കിൽ എക്സ്ട്രീം സയൻസ് ഫിക്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്നവയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് തന്നെ അദ്ദേഹത്തിൻ്റെ മൂവീസ് കാണുന്ന ഓഡിയൻസിനും ഉണ്ട് എന്ന് വിചാരിച്ച് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു മൂവിയിലേക്ക് അപ്ലൈ ചെയ്യാനായി ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ് ഒരു സീനിലൂടെ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പലർക്കും മനസ്സിലാവാതെ പോകുന്നു. ഇങ്ങനെ മനസ്സിലാവാതെ പോകുന്നത് ഒരു നോളൻ സിനിമയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ നഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. സിൻസ് അദ്ദേഹത്തിൻ്റെ സിനിമയിലെ ഓരോ സീനിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു സീനുകളൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു മൂവി വെറും ഒരു ആവറേജായി മാത്രം ഒരാളുടെ തലയിൽ ഒതുങ്ങും. കൊഹറൻ്റ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ് അദ്ദേഹം യൂസ് ചെയ്യാറില്ല. അതായത് ഒരു സാധാരണ വാച്ചറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ ഒരു സിനിമ ആ ഒരു വാച്ചറിന് കുറച്ചുകൂടി എൻജോയബിൾ ആയിട്ട് ഫീൽ ചെയ്യും. എന്നാൽ നടക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവാതെ ചുമ്മാ എന്തൊക്കെയോ കാണിച്ച് സിനിമ നടക്കുന്നത് പോലെ അയാൾക്ക് തോന്നിയാൽ സിനിമ വെറും ഒരു ആവറേജായി മാത്രമായിരിക്കും അദ്ദേഹത്തിന് തോന്നുകയുള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ. സോ അദ്ദേഹത്തിൻ്റെ സിനിമ ആവറേജായി തോന്നിയാൽ നമുക്ക് ഓഫ് കോഴ്സ് ഓബ്വിയസ്ലി ഉണ്ടാകുന്നൊരു തോട്ടായിരിക്കും എന്തിനാണ് ആളുകൾ ഇത്രയും പൊക്കി പിടിച്ചേക്കുന്നത്, സോ ഹീസ് ഓവർ റേറ്റഡ് എന്ന് പലരും അവരുടേതായുള്ള പേഴ്സണൽ ഒപ്പീനിയൻസ് പറയും. പിന്നെ അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഓഫ് ദ സിനിമകളിലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ പറ്റിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ഇൻ്റർസ്റ്റെല്ലാറിലെ കൂപ്പർ എന്ന ക്യാരക്ടറായിട്ട് പറ്റിയിട്ടുണ്ട്. ആ ഒരു കണക്ഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ വേറൊരു സിനിമയിലും എനിക്ക് അങ്ങനെ ലഭിച്ചിട്ടില്ല. അദ്ദേഹം ഓവർ റേറ്റഡ് ആണ് എന്ന് പറയാനൊക്കെയുള്ള പ്രധാന കാരണങ്ങൾ ഇതാണ്. ഇനി നോളൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഒരു വിഷനുണ്ട്. നോളൻ്റെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു സിനിമയെ എങ്ങനെ പീക്കാക്കി മാറ്റാൻ പറ്റണോ അത്രയും പീക്കാക്കി പുള്ളി മാറ്റും. മാത്രമല്ല ആ ഒരു സിനിമയെ ഭയങ്കര യുണീക്കാക്കി പുള്ളിയുടേതായിട്ടുള്ള ഒരു സിനിമയാക്കി അത് മാറ്റും. ഇപ്പോൾ സയൻസ് ഫിക്ഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച സയൻസ് ഫിക്ഷൻ എടുക്കാനായിരിക്കും പുള്ളി നോക്കുക. അതിൽ പുള്ളി സക്സസ് ആകുന്നുമുണ്ട്. ഓഫ് കോഴ്സ് ഇൻ്റർസ്റ്റെല്ലാർ, ഇൻസെപ്ഷൻ പോലുള്ള സിനിമകളെല്ലാം ഭയങ്കര ഗംഭീരമായിരുന്നു. ഇനി സയൻസ് ഫിക്ഷൻ അല്ലാത്ത സിനിമകളെ നോക്കുകയാണെങ്കിൽ മെമെൻറ്റോ, പ്രസ്റ്റീജ്, റീസെൻ്റായിട്ട് പുറത്തിറങ്ങിയ ഓപ്പൺഹൈമർ, ഇതിൻ്റെ എല്ലാം ലെവല് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമായിരിക്കും. അതിലെ മെമെൻറ്റോയും അതുപോലെ തന്നെ പ്രസ്റ്റീജും മാറ്റി നോക്കിയാൽ ഓപ്പൺഹൈമറും ഡൺകിർക്കും എല്ലാം ഹിസ്റ്റോറിക്കൽ സിനിമകളാണ്. അതായത് ചരിത്രത്തിൽ മുമ്പ് റിയൽ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. സോ റിയൽ ലൈഫ് ഇൻസിഡൻസും പക്കയായിട്ട് എടുക്കാൻ പുള്ളിക്ക് സാധിക്കുമെന്ന് ഇതിലൂടെ തെളിയുന്നു. ഇതൊക്കെ പോരാഞ്ഞിട്ട് ഒരു സൂപ്പർ ഹീറോ സിനിമയുടെ ട്രയോളജി വരെ പുള്ളി എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ബാറ്റ്മാൻ ട്രയോളജി. ആ 3 സിനിമകളും എത്ര ലെജൻഡറി ആണെന്ന് നമുക്കറിയാം. അതായത് അതിലെ 2ാമത്തെ സിനിമയായ ഡാർക്ക് നൈറ്റ് ഒക്കെ ഇന്നും ബെസ്റ്റ് സൂപ്പർ ഹീറോ സിനിമ എന്നല്ല ബെസ്റ്റ് സിനിമകളുടെ ലിസ്റ്റിൽ വരെ കയറിയിട്ടുണ്ട്. സോ വളരെയധികം വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് ക്രിസ്റ്റഫർ നോളൻ എന്നുള്ളത്. എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സെലക്റ്റഡ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് പുള്ളിയുടെ സിനിമകൾ പലതും ഇറങ്ങുന്നത്. ചിലപ്പോൾ ഫാസ്റ്റ് പേസ്ഡ് സിനിമകൾ കണ്ട് ശീലിച്ചവർക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകൾ അത്ര ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. സോ എനിക്ക് തോന്നുന്നത് പുള്ളി ഒരു ഓവർ റേറ്റഡ് അല്ല മറിച്ച് ഫെയർലി റേറ്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ആണെന്ന് തന്നെയാണ്. കാരണം ഇന്നത്തെ കാലത്ത് എന്ത് പോപ്പുലർ ആയാലും അതിനെ പിടിച്ച് ഓവർ റേറ്റഡ് ആണെന്ന് പറയാനും കുറച്ച് ആളുകളുണ്ടാകും. നമ്മുടെ മാർട്ടിൻ സ്കോർസേസിനെ വരെ ഓവർ റേറ്റഡ് എന്ന് വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓഫ് കോഴ്സ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. നോളൻ്റെ സിനിമകളും അതുപോലെ തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല.
നിങ്ങൾക്ക് ക്രിസ്റ്റഫർ നോളൻ ഓവർ റേറ്റഡ് ആണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി, നോളൻ മൂവീസ് ആർ നോട്ട് യുവർ കപ്പ് ഓഫ് ടീ. സോ എൻ്റെ ഒപ്പീനിയൻ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. കൂടുതൽ വീഡിയോസുമായി പിന്നെ കാണാം. അതുവരെയും ഗുഡ് ബൈ.